നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടി അത്താഴത്തിന് എന്തുണ്ടാക്കുന്നതാണ്. അപ്പം ഇന്നാണെങ്കിൽ അത്താഴത്തിന് കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ വേഗം എടുത്തിട്ട് വെള്ളത്തിലിട്ടുട്ടോ. ഞാൻ ഈ ഒരു പൊതി തുറക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ഈ ഒരു ഉണക്ക മാന്തളും പുളിരസവും അല്ലെങ്കിൽ മുരിങ്ങയില താളിച്ചതുമാണ് കേട്ടോ. പക്ഷെ അന്ന് ഒരു പ്ലേറ്റ് ചോറുണ്ണ ഈ ഒരു ഉണക്ക മാന്തള ധാരാളമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തുണ്ടമീനും എടുത്തു, പിന്നെ കുറച്ച് മാന്തളും എടുത്തു കേട്ടോ. ഈ തുണ്ടമീൻ പറയുന്നത് സ്രാവിനെയാണ് കേട്ടോ. നമ്മളിവിടെ ഇതിനെ തുണ്ടമീൻ എന്നാണ് കേട്ടോ പറയുക. എന്നിട്ട് അത് നല്ല പോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. ഇതിലാണെങ്കിൽ കൊടൂര കൊണ്ട് ഉപ്പാണ് കേട്ടോ. ആ ഉപ്പൊന്ന് പോകണമെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. എന്നാലാണ് അതിൻ്റെ ഉപ്പ് പോകുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വറുക്കാൻ നേരത്താണ് കറണ്ട് പോക്ക് പിന്നെ ഇവിടെ സ്ഥിരമാണല്ലോ. കറണ്ട് വരുമ്പോഴത്തേക്കും പുളിരസം ഉണ്ടാക്കി മീനും വറുത്ത് സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്നിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിൽ സേവിയും ഉരുളക്കിഴങ്ങ് മസാല കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കൂടെ കഴിച്ചിട്ട് പോയി കിടന്നിറങ്ങട്ടെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ, സീ യു.